പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായിട്ടുള്ള നല്ല പ്രഭാതത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ സമയം പ്രാർത്ഥനയ്ക്കായി കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ആവേശത്തോടെ ഈ സൂം പ്രയറിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി കൂടി വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തൻ്റെ കുറുകി പോകാത്ത കരം കൊണ്ട് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ സമയം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരു ലഘു സന്ദേശത്തിലേക്ക്, അധികം ദൈർഘ്യമില്ലാത്തൊരു ലഘു സന്ദേശത്തിലേക്ക് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവെഴുത്തുകളെ തുറക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 27, 28, 29 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഹാഷിന്റെ മകൻ ശോബി, ലോദെബാരിൽ നിന്ന് അമിയലിന്റെ മകൻ മാഹീർ, രോഖേലേമിൽ നിന്ന് ഗിലെയാദ്യൻ ബർസില്ലായി എന്നിവർ കിടക്കുകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവ, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നമുക്കറിയാം, 1, 2 ശമൂവേലിന്റെ പുസ്തകങ്ങൾ ഇസ്രായേലിന്റെ ചരിത്ര പുസ്തകങ്ങളുടെ കൂട്ടത്തിലുള്ള മനോഹരമായ 2 പുസ്തകങ്ങളാണ്. ഈ 2 പുസ്തകങ്ങളിലെ ചരിത്രം മനസ്സിലാക്കാതെ നമുക്ക് മുൻപോട്ടൊന്നും മനസ്സിലാക്കി പോകാൻ കഴിയുകയില്ല. 1 ശമൂവേലിന്റെ തുടർച്ചയാണ് 2 ശമൂവേൽ. നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം, 1 ശമൂവേലിന്റെ പുസ്തകത്തിലാണ് ദൈവത്തിന്റെ അഭിഷിക്തനായ ശമൂവേൽ ജനത്തിന്റെ നിർബന്ധത്താൽ ദൈവം തിരഞ്ഞെടുത്ത ശൗൽ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം തിരഞ്ഞെടുത്ത ദാവീദ് എന്നിവരൊക്കെ ഉദയം ചെയ്യുന്നത്. ആ ഒരു ചരിത്രം തുടരുകയാണ് 2 ശമൂവേലിൽ. എന്നാൽ 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ ശമൂവേലും ശൗലിനെയും കാണുന്നില്ല. ഇതിൽ പ്രധാന കഥാപാത്രമായി നിൽക്കുന്നത് ദാവീദാണ്. സ്തോത്രം. ദാവീദിന്റെ ലൈഫിൽ 2 പ്രധാന പ്രവാസ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ തന്റെ ആദ്യത്തെ പ്രവാസ കാലഘട്ടം അത് ശൗൽ നിമിത്തമാണെങ്കിൽ, 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ തന്റെ രണ്ടാമത്തെ പ്രവാസ കാലഘട്ടം അത് തന്റെ മകനായ അബ്ശാലോം നിമിത്തമാണ് തനിക്ക് സംഭവിച്ചത്. സ്തോത്രം. 1 അമ്മായപ്പൻ നിമിത്തമെങ്കിൽ മറ്റൊന്ന് മകൻ നിമിത്തമാണ് സംഭവിച്ചത്. സ്തോത്രം. കൂടുതലും പോരാട്ടങ്ങൾ വീടിനകത്തു നിന്ന് വരുമ്പോഴാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പാടുണ്ടാകുന്നത്. പുറത്തുനിന്ന് വരുന്ന ഏത് പോരാട്ടങ്ങളെയും നമുക്ക് പ്രാർത്ഥിച്ചോ അല്ലാതെയൊക്കെ നമുക്ക് നേരിടാം. പക്ഷേ വീടിനകത്തു നിന്ന്, സ്വന്തം മകനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, രക്തബന്ധങ്ങളിൽ നിന്നൊക്കെ വരുന്ന പോരാട്ടങ്ങൾ ഒരു പരിധിവരെയൊക്കെ നമ്മളെ മാനസികവും ശാരീരികവുമായി തളർത്തും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ദാവീദിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച 2 ശമൂവേൽ 17-ാം അധ്യായത്തിൽ ദാവീദ് പ്രവാസത്തിലാണ്. മകനായ അബ്ശാലോം തന്നെ കൊന്നുകളയാൻ, തന്റെ തലയെടുക്കുവാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞ് ദാവീദ് രാജസിംഹാസനം വിട്ട്, കിരീടം വിട്ട്, ഇപ്പോൾ വലിയ മലകളും കാടുകളും ഒക്കെ താണ്ടി പ്രവാസ ജീവിതം നയിക്കുകയാണ്.
അങ്ങനെ പ്രവാസ ജീവിതം നയിക്കുന്ന ഈ ദാവീദും ജനവും മരുഭൂമിയിലൂടെ വിശന്നും ദാഹിച്ചുമൊക്കെ നടക്കുന്ന സമയത്ത് ഇവർക്ക് സഹായഹസ്തവുമായ ദൈവം 3 പേരെ എഴുന്നേൽപ്പിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആ 3 പേരുടെ പേരാണ് 17-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ കാണുന്നത്. ഒന്ന്, അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഹാഷിന്റെ മകൻ ഷോബി എന്ന് പറയുന്ന ആളെയാണ് ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. 2, ലോ ദെബാരിൽ നിന്ന് അമിയേലിന്റെ മകൻ മാഖീർ എന്ന് പറയുന്ന ആളെയാണ് എഴുന്നേൽപ്പിക്കുന്നത്. 3, രോഖേലേമിൽ നിന്ന് ഗിലെയാദ്യൻ ബർസില്ലായി എഴുന്നേൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ദാവീദും കൂടെയുള്ളവരും മരുഭൂമിയിൽ വിശന്നും ദാഹിച്ച് നടന്നപ്പോൾ ദാവീദിനെയും കൂടെയുള്ള ജനത്തെയും കരുതുവാൻ, അവരെ സംരക്ഷിക്കുവാൻ, അവരെ പോറ്റി പുലർത്താൻ ദൈവം ആ മരുഭൂമിയിൽ എഴുന്നേൽപ്പിച്ച 3 പേരുടെ പേരുകളാണ് നമ്മൾ കേട്ടത്. സ്തോത്രം. അവരെന്താണ് ചെയ്തത്? അവർ ദാവീദിനും കൂടെയുള്ള ജനത്തിനും വേണ്ടി അവർക്ക് കിടക്കുവാനുള്ള കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും അവർക്ക് ഭക്ഷിക്കാൻ വേണ്ട കോതമ്പും യവവും മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട ഇതെല്ലാം കൊണ്ട് കൊടുക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ മരുഭൂമിയിലാണെങ്കിലും അവിടെയും ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ച് തന്റെ ഭക്തനെ കരുതുകയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ സമയം നീ എവിടെങ്കിലുമൊക്കെ വിഷന്നും ദാഹിച്ചും വലയുന്ന അനുഭവം വരുമ്പോൾ നിന്നെ മറന്നു കളയുന്നൊരു ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് രാവിലെ അവിടെയും നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിച്ച് ശ്രേഷ്ഠമേറിയ ഭോജനം നൽകിത്തന്ന് കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. സ്തോത്രം. ഇതിനകത്തുനിന്ന് ഞാൻ ഒരാളെ മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ദാവീദിന്റെ ഈ പ്രയാസഘട്ടത്തിൽ സഹായിച്ച 3 പേരിൽ ഒരാളെ കുറിച്ചാണ് ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് ബർസില്ലായി എന്നാണ്. വെറുതെ പറയാൻ കഴിയില്ല. രോഖേലേമിൽ നിന്നുള്ള ഗിലെയാദ്യനായ ബർസില്ലായി എന്ന ഈ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ രാവിലെ കർത്താവ് ക്ഷണപ്പെടുന്നു. 5 കാര്യങ്ങൾ. ബർസില്ലായി എന്ന വാക്കിന്റെ അർത്ഥം ഉറപ്പും ശക്തിയും ഉള്ളവൻ എന്നാണ്. ഉറപ്പും ശക്തിയും ഉള്ളവൻ എന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥം കൊടുക്കുന്നത് ഇരുമ്പ് പോലെ ഹൃദയമുള്ളവൻ എന്നാണ്. ബർസില്ലായി എന്ന വാക്കിന്റെ അർത്ഥം ഇരുമ്പ് പോലെ ഹൃദയമുള്ളവൻ. അതുകൊണ്ടാണ് ഉറപ്പും ശക്തിയും ഉള്ളവൻ എന്ന അർത്ഥം വന്നത്. ബർസില്ലായിയെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ 2 ശമൂവേലിന്റെ പുസ്തകം 19-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നമുക്ക് പോകണം. നമ്മൾ ആ ഭാഗത്തേക്ക് വരും. സ്തോത്രം. അവിടെയാണ് കൂടുതലും ബർസില്ലായിയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 ശമൂവേൽ 19-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങൾ. അവിടെയാണ് ബർസില്ലായിയുടെ ചില ഗുണവിശേഷണങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആ ഭാഗത്തേക്ക് വരാൻ പോകുകയാണ്. സ്തോത്രം. ഈ ബർസില്ലായിയുടെ ഒന്നാമത്തെ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവഭക്തന്മാരെ സഹായിക്കുന്ന സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു ബർസില്ലായി. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ദാവീദും കൂടെ ഉള്ളവരും വിശന്നും വലഞ്ഞും ദാഹിച്ചും ഒക്കെ ഇരിക്കുകയാണ്. സ്തോത്രം. അബ്ശാലോം ഉണ്ടാക്കിയ ഒരു ലഹളയിൽ കൊട്ടാരത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ദാവീദിന്റെ കൂടെയുള്ള ആളുകളും കൂടി ഇപ്പോൾ മഹനയീമിൽ വന്ന് പാളയമടിച്ചിരിക്കുകയാണ്. മഹനയീം നമുക്കറിയാം, പണ്ട് യാക്കോബ് ഇവിടെ വെച്ചാണ് ദൈവത്തിന്റെ സേന എന്നൊക്കെ പറഞ്ഞ് മഹനയീം എന്ന് പേരിട്ട്. ഇവിടെ വന്നിപ്പോൾ ദാവീദും കൂടെയുള്ള ആളുകളും കൂടാരമടിച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ആ സമയത്ത് രോഖേലേമിൽ നിന്ന് ദാവീദിനും കൂടെയുള്ള ജനത്തിനും ആവശ്യമേറിയ ഭക്ഷണവുമായി
ആവശ്യമുള്ള മൺപാത്രങ്ങളും കിടക്കുകളും ഒക്കെ ആയിട്ട് ബർസില്ലായി വരികയാണ്. സ്തോത്രം. അദ്ദേഹത്തിന്റെ കൂടെ വേറെ രണ്ടുപേരോട് ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ കാര്യം ഞാൻ ഇപ്പോൾ പരാമർശിക്കുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ, ബർസില്ലായി വരികയാണ്. സ്തോത്രം. ഈ ബർസില്ലായിക്ക് ഏകദേശം വളരെ പ്രായമുള്ള മനുഷ്യനാണ്. സ്തോത്രം. പക്ഷെ പ്രായമുള്ള മനുഷ്യനായിട്ടും അദ്ദേഹം ദൈവഭക്തനായ ദാവീദിനെ സഹായിക്കാൻ മറന്നില്ല. സ്തോത്രം. ദാവീദിനു വേണ്ടി കരുതുവാൻ മറന്നില്ല. സ്തോത്രം. അപ്പോൾ ദാവീദും ബർസിലായും തമ്മിൽ ഊഷ്മളമായൊരു ബന്ധം പിന്നീട് ഉണ്ടായതായിട്ടാണ് നമുക്ക് 19-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം തനിക്ക് നൽകിയ ധനത്തിൽ നിന്ന്, ദൈവം തനിക്ക് നൽകിയ നന്മയിൽ നിന്ന് ദാവീദിനെ സഹായിക്കാൻ ഒരു മനസ്സ് ബർസിലായി കാണിച്ചത് ആ തന്റെ ഭക്തന്മാരെ സഹായിക്കുന്ന സ്നേഹമുള്ള ബർസില്ലായുടെ ചിത്രം ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഇതൊരു വലിയ കാര്യമാണ്. തന്റെ നന്മകൾ പങ്കുവെക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു ബർസില്ലായി എന്നുള്ളത് വലിയ ക്വാളിറ്റിയാണ്. ഇന്ന് പല ആൾക്കും നന്മയുണ്ട്, പക്ഷെ പങ്കുവെക്കാനുള്ളൊരു മനസ്സില്ല. ധനമുണ്ട്, പക്ഷേ ആ ധനം അർഹതപ്പെട്ടവർക്ക് പങ്കുവെക്കാനുള്ള യാതൊരു മനസ്സും പല ആളുകൾക്കും ഇല്ലാതിരിക്കുമ്പോൾ ദാവീദിന്റെ പ്രയാസഘട്ടത്തിൽ തന്റെ നന്മ പങ്കുവെച്ച് അത് തനിക്കുണ്ടായിരുന്ന ദൈവം നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് ആ അനുഗ്രഹം തന്റെ ഭക്തന്മാരെ സഹായിക്കുന്നതിനായി കരുതുന്നതിനായി മാറ്റിവെച്ച വളരെ കരുത്തനായ, അതേ ഉറപ്പും ശക്തിയും ഉണ്ടായിരുന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു ബർസില്ലായി. ഈ തലമുറയിൽ പാട്ടുപാടാനും കൈകൊട്ടാനും അന്യഭാഷ പറയാനും തുള്ളാനും ചാടാനും ഒക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷേ ലഭിച്ച നന്മയിൽ നിന്ന്, ദൈവം കൊടുത്ത ധനത്തിൽ നിന്ന് ഭക്തന്മാരുടെ പ്രയാസവേളകൾ അവരെ സഹായിക്കാൻ കരുതാൻ കഴിയുന്ന ബർസില്ലായിമാർ കുറയുന്ന കാലഘട്ടത്തിൽ ഇന്ന് രാവിലത്തെ ഈ സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ ഒരാൾക്കെങ്കിലും പ്രചോദനമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് പരിശുദ്ധാത്മാവ് കരുതുന്നു. ഇന്ന് രാവിലെ കർത്താവിന് ചില ബർസില്ലായിമാരെ കൂടെ ആവശ്യമുണ്ട് എന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം. ഒരു ദൈവഭക്തനെ സഹായിക്കുന്ന ഒരു ധനം നിങ്ങൾക്ക് അനുഗ്രഹവും, എന്നാൽ ദോഷത്തിനു വേണ്ടി പങ്കിടുന്ന ധനം ഒരു ശാപവുമാണ്. സ്തോത്രം. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഇവിടെ ദാവീദിന്റെ പ്രയാസഘട്ടത്തിൽ ഭക്ഷണം കൊടുത്ത് സഹായിക്കുകയാണ് ബർസില്ലായി. എന്നാൽ ദാവീദ് പിന്നത്തേതിൽ മടങ്ങി ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക് വരികയാണ് 19-ാം അധ്യായത്തിൽ. അവിടെ വെച്ച് ദാവീദ് മറന്നു കളയാതെ ബർസില്ലായെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും നന്മ കൊടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ദാവീദ് തന്റെ കഷ്ടകാലത്ത് തന്നെ സഹായിച്ച ഒരു മനുഷ്യനെ താൻ തിരിച്ച് രാജസിംഹാസനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ താൻ മറന്നു കളയാതെ ഓർത്ത് ആദരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ എബ്രായ ലേഖനത്തിൽ പറയുന്നു, എന്റെ നാമത്തിനു വേണ്ടി നിങ്ങൾ ചെയ്തത് മറന്നു കളയാൻ ഞാൻ അനീതിയുള്ള ദൈവമല്ല. ഇന്ന് രാവിലെ സമയം നിങ്ങൾ കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മറന്നു കളയാൻ എൻ്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. അവൻ നിങ്ങളുടെ പ്രയാസവേളകളിൽ അതോർത്ത് നിങ്ങളെ ആദരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് രാവിലെ ഭക്തന്മാരെ അവരുടെ പ്രയാസങ്ങളിൽ സഹായിക്കുന്ന സ്നേഹമുള്ള ബർസില്ലായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സ്തോത്രം. രണ്ടാമത് ഈ ബർസില്ലായിൽ ഞാൻ കണ്ട ഒരു ക്വാളിറ്റി, അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല തിരിച്ചറിവുള്ള മനുഷ്യനായി. സ്തോത്രം. അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ച് അദ്ദേഹം നല്ല തിരിച്ചറിവുള്ള മനുഷ്യനായിരുന്നു. നമുക്ക് 19-ാം അധ്യായത്തിലേക്ക് വരാം. 2 ശമൂവേൽ 19-ാം അധ്യായത്തിലേക്ക് വേഗം വരാം. സ്തോത്രം. ബർസില്ലായിൽ ഞാൻ കണ്ട രണ്ടാമത്തെ ക്വാളിറ്റിയാണ് അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല സ്തോത്രം തിരിച്ചറിവുള്ള മനുഷ്യനായിരുന്നു. 35-ാം വാക്യം ശ്രദ്ധിക്കാം. 19-ാം അധ്യായം 35-ാം വാക്യം. അദ്ദേഹം പറയുന്നു, എനിക്ക് ഇന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ?
ഭക്ഷണ പാനങ്ങളുടെ സ്വാദ് അടിയനറിയാമോ? സംഗീതക്കാരുടെയും സംഗീതക്കാരത്തുകളുടെയും സ്വരം എനിക്കിനി കേട്ട് രസിക്കാമോ? നോക്കിക്കേ, അദ്ദേഹം പറയാണ്, എനിക്ക് ഇന്ന് വയസ്സ് 80 വയസ്സായിരിക്കുന്നു. തൻ്റെ പ്രായത്തെക്കുറിച്ചുള്ള നല്ല തിരിച്ചറിവുള്ള മനുഷ്യൻ. സ്തോത്രം. ഇത് പറയാനുള്ള കാരണം, ദാവീദ് തിരിച്ച് രാജസിംഹാസനത്തിലേക്ക് വരികയാണ് ഈ 19-ാം അധ്യായത്തിൽ. ഇപ്പോൾ ദാവീദ് കഷ്ടകാലത്ത് എന്നെ സഹായിച്ച ബർസില്ലായിയെ യെരൂശലേമിലേക്ക് ക്ഷണിക്കുകയാണ്. യെരൂശലേമിലേക്ക് വരിക എന്ന് പറഞ്ഞ് ദാവീദ് ബർസില്ലായെ ക്ഷണിക്കുകയാണ്. അപ്പോൾ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യഹൂദയുടെ തലസ്ഥാനമായ യെരൂശലേം നഗരിയിലെ താമസവും രാജാവ് തനിക്ക് വേണ്ടി ഒരുക്കിയ ഭക്ഷണവും ബർസില്ലായി സ്നേഹത്തോടെ നിരസിക്കുകയാണ്. അപ്പോൾ യെരൂശലേമിലേക്ക്, തലസ്ഥാന നഗരിയിലേക്ക് ഉള്ള മനോഹരമായൊരു താമസ സൗകര്യവും രാജകീയ ഭക്ഷണങ്ങളും, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ദാവീദ് ഒരുക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ ബർസില്ലായി ഇതെല്ലാം നിരസിക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹം നിരസിക്കാനുള്ള കാരണം, അദ്ദേഹം പറയുന്നത് താൻ വാർദ്ധക്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ വാർദ്ധക്യത്തിലേക്ക് വന്നിരിക്കുന്നു പറഞ്ഞാൽ തനിക്ക് വയസ്സ് 80 എന്ന് മാത്രമല്ല, ഇപ്പോൾ തനിക്ക് നല്ല ഭക്ഷണങ്ങളുടെ സ്വാദ് അറിയാൻ പറ്റുന്ന ഒരു പ്രായമല്ല. എന്ന് പറഞ്ഞാൽ രുചി അറിയാൻ പറ്റുന്ന ഒരു പ്രായത്തിലല്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആസ്വാദനത്തിലെ കുറവ് തൻ്റെ വാർദ്ധക്യം തന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സ്തോത്രം. സംഗീത സ്വരം കേട്ട് സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പഴയതുപോലെ തനിക്ക് ഇപ്പോൾ ഇല്ല. വാർദ്ധക്യം അതും തന്നിൽ നിന്ന് കവർന്നെടുത്തിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇനി എത്ര നാൾ താൻ ജീവിച്ചിരിക്കുമെന്ന് തനിക്കറിയില്ല. സ്തോത്രം. ഇത് ഒരു തിരിച്ചറിവാണ്. സ്വന്തം പ്രായത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നത് എപ്പോഴും ഒരു നല്ല കാര്യം തന്നെയാണ്. സ്തോത്രം. പല ആളുകൾക്കും ഈ പ്രായമായി എന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ല. ചില ആളുകൾ പറഞ്ഞു കേട്ടെ, എന്നെ അങ്കിളെ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ആന്റി എന്ന് വിളിച്ചു, അമ്മച്ചി എന്ന് വിളിച്ചു എന്നൊക്കെ ചിലർ പരാതിപ്പെടുന്നുണ്ട്. ചില ആളുകൾ പ്രായമായി എന്ന് കേൾക്കാൻ ഇഷ്ടമല്ല. അവരുടെ പ്രായത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവർക്കില്ല. അതുകൊണ്ടാണല്ലോ ഈ പ്രായം മറന്നുള്ള ചില കോലമൊക്കെ, ചില വസ്ത്രധാരണവും ചില കോലമൊക്കെ കെട്ടുന്നത് കാണുമ്പോൾ എനിക്ക് ദുഃഖം തോന്നാറുണ്ട്. അവനവന്റെ പ്രായത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാത്തൊരു ജനം. ഇപ്പോഴും ചില ആളുകൾ മുടി വെളുക്കുമ്പോൾ ഡൈ ഒഴിച്ച് നടക്കുകയാണ്. സ്തോത്രം. ഏത് പുസ്തകം പറയുന്നത് മുടി കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പാടില്ല എന്ന, പക്ഷെ പ്രായം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. മുഖത്ത് ആവശ്യം പോലെ പുട്ടിയടിച്ചും വെപ്പുവലുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് പല ആളുകളും പ്രായം എന്തിനാണ് പ്രായം മറയ്ക്കുന്നത്? ഇവിടെ കൂടുതൽ കാലം ജീവിക്കാൻ ഇഷ്ടപ്പെടുകയാണോ, അതോ നിങ്ങൾ ചെയ്തു കൂട്ടുന്നതൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നതാണ്? എന്താണെങ്കിലും ഇതെല്ലാം ഒരു ജഡമല്ലേ. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് പറയുന്നു, ഇപ്പോഴാണെങ്കിൽ ഈ കഴിഞ്ഞ ഇടയൊക്കെ, ഞാൻ ആരുടെ പേരുകൾ പറയുന്നില്ല, പലരും വലിയ പ്രഭാഷകരും ഒക്കെ ഇപ്പോഴും മുടികൾ വെച്ച് പിടിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഒരു സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അവനവന്റെ പ്രായത്തെ തിരിച്ചറിഞ്ഞുള്ള പ്രവൃത്തിയാണ് പക്വതയുള്ളൊരു മനുഷ്യന്റെ ലക്ഷണം. സ്തോത്രം. 10 പേര് കൂടുന്ന ഇടത്താകട്ടെ, അത് എവിടെയും ആകട്ടെ, സംസാരിക്കുമ്പോഴാകട്ടെ, പ്രവർത്തിക്കുമ്പോഴാകട്ടെ, ചിന്തിക്കുമ്പോഴാകട്ടെ, ബർസില്ലായിയെ പോലെ അവനവന്റെ പ്രായത്തെ തിരിച്ചറിഞ്ഞുള്ളൊരു പ്രവൃത്തിക്കായി, ഒരു മാതൃകയുള്ള ജീവിതത്തിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എനിക്കറിയാം ഇത് എല്ലാവർക്കും പിടിക്കത്തില്ലെന്ന്, പക്ഷെ പിടിച്ചില്ലെങ്കിലും ഇദ്ദേഹം ബർസില്ലായി നമുക്കൊരു വലിയ മാതൃകയാണ്. സ്തോത്രം. പൗലോസ് ആണെങ്കിൽ തന്നെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? വയസ്സനായ എന്റെ അപേക്ഷ നിങ്ങൾ കേൾക്കണമെന്ന, എനിക്ക് തോന്നുന്നു ഫിലോമോന്റെ ലേഖനത്തിലാന്ന് തോന്നുന്നു പൗലോസ് പറയുന്നുണ്ട്, വയസ്സനായ എന്റെ അപേക്ഷ നിങ്ങൾ കേൾക്കണം. ആകെ പൗലോസ് ഒരു 66 വയസ്സ് വരെയൊക്കെ ജീവിച്ചുള്ളൂ. 60 കഴിഞ്ഞപ്പോൾ എഴുതിയ ലേഖനമാണ് ഫിലോമോന്റെ ലേഖനം.
അപ്പൊ 60 കഴിഞ്ഞ തന്നെ പൗലോസ് സ്വയം വിശേഷിപ്പിക്കുന്ന എന്തെന്നാ? വയസ്സെന്ന. ഇന്നിപ്പം 60 കഴിഞ്ഞ ആളുകൾ വയസ്സരാണെന്ന് സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. സ്തോത്രം. സമ്മതിച്ചാലും ഇല്ലെങ്കിലും പുസ്തകം നിങ്ങളെ വിളിക്കുന്നത് എന്താ? വയസ്സനെന്ന് തന്നെയാണ് വിളിക്കുന്നത്, അല്ലെ വയസ്സിൽ തന്നെയാണ് വിളിക്കുന്നത്. 60 കഴിഞ്ഞോ? കൺഫേം. സ്തോത്രം. അപ്പോൾ ബർസിലായി സ്വയം പ്രായത്തെ തിരിച്ചറിഞ്ഞ് എന്നുള്ളതാണ് അദ്ദേഹത്തിൽ കണ്ട രണ്ടാമത്തെ ക്വാളിറ്റി. ഒന്നാമത്തെ ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ, ദൈവഭക്തന്മാരെ സഹായിക്കുന്ന സ്നേഹമുള്ള ഒരു മനുഷ്യൻ. 2, സ്വന്തം പ്രായത്തെ കുറിച്ച് തിരിച്ചറിവുള്ള മനുഷ്യൻ. ഇനി മൂന്നാമത്തെ കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് ഭാരമായി തീരരുതെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ. അതാണ് ഞാൻ ദൈവങ്ങളോടൊക്കെ പറയാം, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ശലോമോൻ പറഞ്ഞല്ലോ, ആരംഭത്തെക്കാൾ അവസാനം മനോഹരമായിരിക്കണം. സ്തോത്രം. മറ്റുള്ളവർക്ക് ഭാരമായി തീരരുത് എന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനായിരുന്നു ബർസിലായി. നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കണം. ഇവിടെ അപ്പനമ്മമാർ മക്കൾക്ക് ഭാരമാകുന്നു, മക്കൾ അപ്പനമ്മമാർക്ക് ഭാരമാകുന്നു. അതിന്റെ തെളിവാണല്ലോ നമ്മുടെ ചുറ്റും ഡെയിലി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓൾഡ് ഏജ് ഹോമുകൾ, ഓർഫനേജുകൾ. സ്തോത്രം. എന്താ ഇതിന്റെയൊക്കെ തെളിവ്? മാതാപിതാക്കന്മാർ ഭാരമാകുന്നു, മക്കൾ ഭാരമാകുന്നു. ഈ ഭൂമിയിൽ ആർക്കും ഭാരമായി തീരാതെ ജീവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. എനിക്കൊന്ന് മോശയ്ക്ക് ദൈവം കൊടുത്തൊരു ഓഫറാണ്. അതെന്താ? മരണം വരെ ദേഹബലം ക്ഷയിക്കാതെ കണ്ണു മങ്ങാതെ മോശ ഇരുന്നെന്ന്. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ദിവസം വരെ ആരോഗ്യ ദൃഢഗാത്രനായി ജീവിക്കാനുള്ള ഗിഫ്റ്റ് ദൈവം മോശയ്ക്ക് കൊടുത്തു. നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഈ ദൂത് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ അതിനുവേണ്ടി മരിക്കുന്ന സമയം വരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ പര ആശ്രയമില്ലാതെ ജീവിക്കാനുള്ള നല്ല ആരോഗ്യം ദൈവം തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ആർക്കും ഭാരമായി തീരരുത് എന്ന് ഇവിടെ ബർസിലായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ അവിടെ ചിന്തിപ്പിച്ചത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ആ 35-ാം വാക്യം, 19-35 അവസാനത്തെ സെന്റൻസ് നോക്കി. അടിയൻ യജമാനനായ രാജാവിന് ഒരു ഭാരമായി തീരുന്നത് എന്തിന്? സ്തോത്രം. കണ്ടോ? ഈ തലസ്ഥാന നഗരമായ യെരുശലേമിലേക്ക് തന്നെ പാർക്കാൻ വേണ്ടി വിളിച്ച, രാജകീയ ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ വിളിച്ച ദാവീദിനോട് ബർസിലായി ആ ക്ഷണം നിരസിച്ചിട്ട് പറയുക, അടിയൻ യജമാനൻ ഒരു ഭാരമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് വയസ്സ് 80ആയി, വാർദ്ധക്യം എന്നെ പിടിച്ചു, പലതും ആസ്വദിക്കാനും കേൾക്കാനും ഒന്നുള്ള അവസ്ഥ എനിക്കില്ല. ഞാൻ രാജാവിനൊരു ഭാരമായി തീരാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര നല്ലൊരു മനുഷ്യനാണ്. സ്തോത്രം. ഇന്ന് രാവിലെ സമയം കർത്താവിനോട് വളരെ വ്യക്തമായി പറയുന്നു, നമ്മൾ എങ്ങനെ മരിക്കുന്നു എന്നുള്ള നല്ല വിഷയം. എങ്ങനെയും മരിക്കാം. യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിയാനും ഭക്തന്മാരെല്ലാം മരിച്ചത് രക്തസാക്ഷിയായിട്ട്. എങ്ങനെ മരിക്കുന്നു എന്നുള്ളത്, ആക്സിഡന്റിൽ മരിക്കുകയോ അല്ലാതെ മരിക്കുകയോ, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങളുടെ ആത്മാവ് എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് വിഷയം. മരണം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം, ആത്മാവ് എവിടേക്ക് പോകുന്നു. സ്തോത്രം. എന്നാൽ മരിക്കുന്നിടം വരെ ആർക്കും ഭാരമായി തീരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ ബർസിലായി അതാണ് നമുക്ക് തരുന്ന അതിശക്തമായ മൂന്നാമത്തെ സന്ദേശം. നാലാമത്തെ സന്ദേശം ബർസിലായി ഞാൻ കണ്ടത്, തനിക്ക് നേരെ വന്ന നന്മ അത് അർഹതപ്പെട്ടവനിലേക്ക് വഴിതിരിച്ചുവിട്ട ഒരു ബർസിലായിയാണ് ഞാൻ കാണുന്നത്. അയ്യോ, ഈ ഭാഗം വരുമ്പം എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. കാരണം ഒരു 1 കോടി ആളുകളെ എടുത്താൽ അതിൽ ഒരാൾ മാത്രം ചിലപ്പോൾ കണ്ടേക്കും. ബർസിലായിയുടെ ഒരു ക്വാളിറ്റി, നാലാമത്തെ ക്വാളിറ്റി, അദ്ദേഹത്തിന് നേരെ വന്ന നന്മയെ താൻ അതിന് അർഹതപ്പെട്ട ആളിലേക്ക് തിരിച്ചുവിട്ടു. എന്താ അതിന്റെ തെളിവ്? ദാവീദ് ബർസിലായിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു. കാരണം 17-ാം അധ്യായത്തിൽ വിശന്നും വലഞ്ഞും മരുഭൂമിയിൽ ഇരുന്നപ്പോൾ തനിക്ക് ഭക്ഷണവും കിടക്കയും പാത്രങ്ങളും ഒക്കെ ആയി വന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത ബർസിലായിയെ തിരിച്ച് താൻ രാജകീയ സിംഹാസനത്തിൽ വന്നപ്പോൾ
ബർസിലായിക്ക് ഒരു വലിയ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു. ആര്? ദാവീദ്. പക്ഷേ ബർസിലായി എന്താ ചെയ്തെന്നറിയാമോ? സ്തോത്രം. ബർസിലായി ചെയ്ത കാര്യം 38 വാക്യം നോക്കിയേ. 37 വാക്യം, 37 38 കൂടെ ചേർത്ത് വായിക്കാം. നോക്കിയേ എന്താ ബർസിലായി ചെയ്തത്. സ്തോത്രം. ബർസിലായി പറയുകയാണ്, എന്റെ പട്ടണത്തിൽ എന്റെ അപ്പന്റെയും അമ്മയുടെയും കല്ലറുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിന് അടിയൻ വിടകൊള്ളട്ടെ. ഞാൻ പോവുകയാണ്, യെരുശലേമിലേക്ക് ഞാൻ വരുന്നില്ല, ഞാൻ തിരിച്ചു പോവുകയാണ്. ഇപ്പൊ യെരുശലേമിൽ ദാവീദിനെ സ്വീകരിക്കാൻ വന്ന് നിൽക്കുക, തിരിച്ച് ദാവീദ് രാജാവായിട്ട് വാഴുമ്പോൾ. പക്ഷെ പറയാണ്, ഞാൻ തിരിച്ചു പോവുകയാണ്, ഞാൻ ഇവിടെ രാജാവിന്റെ കൂടെ പാർക്കാനോ ഭക്ഷണം ആസ്വദിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ തിരിച്ചു പോവുക. പക്ഷേ പോകുന്നതിന്റെ കാരണം അടിയന്റെ അപ്പനും അമ്മയുടെയും കല്ലറയ്ക്കൽ വെച്ച് മരിക്കാൻ എനിക്കിഷ്ടം. എന്നിട്ട് പറയുകയാണ്, എന്നാൽ എന്റെ ദാസനായ കിംഹോം. ആരുടെ ദാസനാണ്? ബർസില്ലായുടെ ദാസനാണ് കിംഹോം. എന്നിട്ട് ഇപ്പോൾ പറയുന്ന പദം അറിയോ? നിന്റെ ദാസനായ കിംഹോം ഇതാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എന്റെ ദാസനായിരുന്നു, ഇനി മുതൽ അവൻ നിന്റെ ദാസനാണെന്ന് പറഞ്ഞ് കിംഹോം എന്ന് പറയുന്ന തന്റെ ദാസനെ ദാവീദിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ദാവീദേ, അവൻ രാജാവായ യജമാനായ ദാവീദിനോടുകൂടെ പോരട്ടെ. നിനക്ക് പ്രസാദമായിരിക്കുന്നത് എല്ലാം അവന് ചെയ്തു കൊടുത്താലും ഓ രക്തം ജയം. എനിക്കല്ല, എന്റെ ദാസനായിരുന്നു അവൻ, അവൻ ഇനി മുതൽ നിന്റെ ദാസനാണ്. എനിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചതെല്ലാം നീ ആർക്ക് ചെയ്തു കൊടുക്കുക? അവന് ചെയ്തു കൊടുക്കുക. ഉടനെ ദാവീദ് അതിന് പറഞ്ഞ മറുപടിയാണ് 38 വാക്യത്തിൽ. അതിന് രാജാവ്, കിംഹാം എന്നോടുകൂടെ പോരട്ടെ, നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവന് ചെയ്തു കൊടുക്കാം. കണ്ടോ, നിന്റെ ഇഷ്ടപ്രകാരം. ബർസില്ലായി, നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവന് ചെയ്തു കൊടുക്കാം. നീ എന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ഞാൻ നിനക്കായി ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോ അർത്ഥം നോക്കി, തനിക്ക് കിട്ടേണ്ട മുഴുവൻ സൗഭാഗ്യങ്ങളും നന്മകളും തന്റെ പ്രായത്തിന്റെ തിരിച്ചറിവ് മനസ്സിലായപ്പോൾ അദ്ദേഹം തനിക്ക് കിട്ടേണ്ട മുഴുവൻ നന്മകളെയും തിരസ്കരിച്ചിട്ട് പകരം തന്റെ ഭൃത്യനായ കിംഹോമിലേക്ക്, സ്തോത്രം, അത് കിംഹാമിലേക്ക് എല്ലാ നന്മകളെയും വഴിതിരിച്ചു വിടുകയാണ്. ഇന്ന് രാവിലെ സമയം ഒരു കാര്യം വ്യക്തമാണ്, നമ്മളെയൊക്കെ സ്വഭാവം അനുസരിച്ച് ചെറുതോ വലുതോ ആകട്ടെ, നമുക്ക് കിട്ടുന്ന ഒരു നന്മയും നമ്മൾ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. കാട്ടിലെ കിടപ്പാണെ പോലും നമ്മൾ വേറെ തന്നെ പോകാൻ സമ്മതിക്കത്തില്ല. പുലിയൊട്ട് പുല്ല് തിന്നത്തുമില്ല, തീറ്റിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയില്ലേലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് പോകുന്നത് കാണാൻ നമുക്ക് കഴിയത്തില്ല. അസൂയാണ് പലർക്കും. ഈയിടെ ഒരു ദിവസം പറഞ്ഞ കേട്ട്, മകൻ ചത്താലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണുനീര് കാണണമെന്ന് പറയുന്നത് പോലെ, സ്തോത്രം, ഒരു മനുഷ്യനൊരു നന്മ പോകുന്നത് കാണാൻ നമുക്ക് പറ്റില്ല. പലരുടെ ഉള്ളിൽ അത് ജലസിയാണ്. പക്ഷെ ഇവിടെ ഇത് എനിക്ക് അർഹതപ്പെട്ടതല്ല, ഇത് എനിക്ക് അർഹതപ്പെട്ടതല്ല, ഇത് അവന് പോകട്ടെ എന്ന് പറഞ്ഞ് തന്റെ നേരെ വന്ന നന്മയെ ഭൃത്യനായ കിംഹാമിലേക്ക് വഴിതിരിച്ചു വിടുന്ന ബർസില്ലായി. ഇന്ന് രാവിലെ ഇങ്ങനൊരു ബർസില്ലായി നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങൾ കൈയടിക്കുന്നത് ഈസിയാണ്, അന്യഭാഷ പറയാം, ആരാധിക്കാം, ഇതിനൊക്കെ അപ്പുറം ഇത് എനിക്ക് അർഹതപ്പെട്ടതല്ല, ഇത് ഇന്നയാൾക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് വഴിതിരിച്ചു വിടാൻ കഴിയുന്ന ഈ ഒരു മനസ്സ് ബർസില്ലായിൽ ഞാൻ കണ്ടത് അസാധാരണ മനസ്സാണ്. സ്തോത്രം. ഈ തലമുറയിൽ ഇങ്ങനെയുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ബർസില്ലായി നമുക്ക് നൽകുന്ന ശക്തമൊരു സന്ദേശമാണ്. സ്തോത്രം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. നല്ല ആയുസ് ലഭിച്ചവനായിരുന്നു ബർസില്ലായി. അതാണ് അവസാനമായി ഞാൻ പറയുന്നത്. ഒന്ന്, അദ്ദേഹം ദൈവഭക്തന്മാരെ അവരുടെ പ്രയാസങ്ങളിൽ സഹായിക്കാൻ സ്നേഹമുള്ളവനായിരുന്നു. രണ്ട്, അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളവനായി. മൂന്ന്, താൻ മറ്റാർക്കും ഭാരമായി തീരരുതെന്ന് ആഗ്രഹിച്ച മനുഷ്യനായി. നാല്, തനിക്ക് നേരെ വന്ന നന്മ അർഹതപ്പെട്ടവരിലേക്ക് വഴിതിരിച്ചു വിട്ടവനായി. അഞ്ചാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നല്ല ആയുസ് ലഭിച്ചവനായിരുന്നു. സ്തോത്രം. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് 80 വയസ്സുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ വായിച്ചത്. 35 വയസ്സിൽ പറയുന്നു, എനിക്ക് ഇന്ന് 80 വയസ്സായിരിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ 80-ൽ കുറയാത്ത വയസ്സ് അദ്ദേഹത്തിനുണ്ടായി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ തിരുവചന പ്രകാരമുള്ള ഒരു ആയുസ് അദ്ദേഹത്തിന് ലഭിച്ചു.
എന്ന് പറഞ്ഞാൽ 80-ാമത്തെ വയസ്സിലും യോർദാൻ കടന്ന് ദാവീദിനെ യാത്ര അയക്കാൻ വരത്തക്കവണ്ണം നല്ല ആരോഗ്യമുള്ളവനായിരുന്നു ബർസില്ലായി. കണ്ടോ, 80-ാം വയസ്സിൽ, അത് തിരുവചന പ്രകാരമുള്ള ആയുസാണ്. ഏറെ ആയാൽ 70, 80, പിന്നത്തേത് കഷ്ടവും ദുഃഖവും പ്രയാസവും ഒക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി 80-ആയി, എന്നിട്ടും യോർദാൻ കടന്ന് ദാവീദിനെ യാത്ര അയക്കാൻ വരുവാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നവരാണ് ഈ ബർസില്ലായി. പിൽക്കാലത്ത് അദ്ദേഹം മരിച്ചു, അടക്കപ്പെട്ടു. അദ്ദേഹത്തെ തന്റെ അപ്പന്റെ അമ്മയുടെയൊക്കെ കല്ലറയിൽ അടക്കി എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് നമുക്കിഷ്ടം. കാരണം അദ്ദേഹം അതാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ അപ്പന്റെ അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കുവാൻ അടിയൻ വിടകൊള്ളട്ടെ എന്ന്. ഇന്ന് രാവിലെ സമയം ലഭിക്കുന്ന സമയം ഭക്തന്മാരെ സഹായിക്കാനുള്ള ഒരു മനസ്സും, കൂടാതെ സ്വന്തം പ്രായത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്, ആർക്കും ഭാരമായി തീരരുതേ എന്നുള്ള ഒരാഗ്രഹവും, കൂടാതെ തൻ്റെ കയ്യിലേക്ക് വരുന്ന നന്മകൾ അർഹതപ്പെട്ടവരിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു മനസ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ, നല്ല ദീർഘായുസോടുകൂടെ തിരുവചന പ്രകാരമുള്ള ആയുസ് പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ഭക്തന്മാരോടുകൂടെ നിദ്ര കൊള്ളുവാനുള്ള ഒരു അവസരം ദൈവം നിങ്ങൾക്ക് തരും. അതിനപ്പുറം നമുക്ക് ഈ ഭൂമിയിൽ എന്തു വേണം? അതിനപ്പുറം നമുക്ക് ഈ ഭൂമിയിൽ എന്താണ് ലഭിക്കേണ്ടത്? ഇന്ന് രാവിലെ ഈ ബർസില്ലായി നമുക്കൊരു പ്രചോദനമാകട്ടെ എന്നുള്ള ഒരു പ്രബോധനത്തോടുകൂടെ ഇന്നത്തെ സന്ദേശത്തിന് വിരാമം കുറിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം. പ്രിയ പിതാവേ, നസറേയനായ യേശുവിൻ നാമത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ ദൈവവചന ധ്യാനത്തിനായി സ്തോത്രം. ഈ സന്ദേശം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ഞങ്ങൾക്കൊരു പുനഃപരിശോധനയ്ക്ക്, സ്വയവിചിന്തനത്തിനും ഒരു കാരണമാകട്ടെ. കർത്താവെ, ഞങ്ങൾ ആയിത്തീരേണ്ടതുപോലെ ആയിത്തീർന്നിട്ടുണ്ടോ, തിരുത്തപ്പെടാനുണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ ഞങ്ങളെ ഒന്ന് സ്വയശോധന ചെയ്യാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. ബർസില്ലായെ പോലെ ഓരോ ആത്മീക ജീവിതം നയിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. നിന്റെ നാമം ചൊല്ലി പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കണം, യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും, ദൂരത്തും ചേരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളോടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാർ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, നന്ദി. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. God bless you and thank you all.